ക്ലമോയമാണ് യാത്രികർക്ക് വഴികാട്ടിയായിട്ടുള്ള ഒരുപാട് ആപ്ലിക്കേഷനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. OMV യൂട്യൂബ് ചാനൽ യാത്രയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് ഉണ്ട്. കാണണം, അഭിപ്രായങ്ങൾ പറയണം. തീർച്ചയായിട്ടും നമ്മളൊരു യാത്രികനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സാധനങ്ങൾ നമുക്ക് കൊണ്ടുപോകണം. അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിലൊത്ത് ഇങ്ങനെയുള്ള കുറച്ച് ആപ്ലിക്കേഷൻസ് കൂടി ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ യാത്രാ പ്ലാനുകൾ, യാത്രാ രീതികൾ ഇതൊക്കെ നമുക്ക് ഒരുപാട് സഹായിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് ഇന്ത്യയിലൂടെ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ IRCTCൻ്റെ ഒരു ആപ്ലിക്കേഷൻസ് നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. IRCTC സൈറ്റ് ഉപയോഗിക്കാം, പക്ഷേ ആപ്ലിക്കേഷൻസ് കുറച്ചും കൂടി ബെറ്ററാണ്. അപ്പോൾ നമുക്ക് അവിടെ യൂസർ നെയിം പാസ്വേഡൊക്കെ കൊടുത്ത് ട്രെയിൻ ബുക്കിങ്ങിനും ടിക്കറ്റ് ക്യാൻസലേഷനും അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇത് ഫസ്റ്റ് എപ്പിസോഡാണ്. ഓരോ ആപ്ലിക്കേഷനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് പറയുന്ന ഓരോ വീഡിയോ ഉണ്ടാക്കാൻ പറ്റും. IRCTC ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ആപ്ലിക്കേഷൻസൊക്കെ നമുക്ക് വിശദമായിട്ട് പരിചയപ്പെടാം. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് സെർച്ച് ചെയ്യുന്നതൊക്കെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ട്രെയിൻ മാൻ എന്നൊരു ആപ്ലിക്കേഷൻസ് ഉണ്ട്. അത് നമുക്ക് നമ്മൾ ട്രെയിൻ ട്രാക്ക് ചെയ്യാൻ വേണ്ടി, റൂട്ട് ചെയ്യാൻ വേണ്ടി, അതുപോലെ തന്നെ സമയം കാണാൻ വേണ്ടി, അവൈലബിലിറ്റി എങ്ങനെയാണെന്നുള്ളത് കാണാൻ വേണ്ടി, അതുപോലെ തന്നെ കൺഫേം പോസിബിലിറ്റി ഇതൊക്കെ കാണാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. അത് വെർ ഇസ് മൈ ട്രെയിൻ എന്നുള്ള ആപ്ലിക്കേഷൻസ്, ഇക്സിഗോ എന്നുള്ള ആപ്ലിക്കേഷൻ, ആമസോണിൽ തന്നെ നമുക്ക് ട്രെയിൻ ബുക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ, ഫോൺ പേയിൽ ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ ഒത്തിരി ആപ്ലിക്കേഷൻ അതുമായി കണക്റ്റഡ് ആയിട്ടുണ്ട്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഫോർ ലാംഗ്വേജ്, നമ്മൾ വേറെ സ്ഥലത്ത് പോയി നമുക്ക് ഭാഷ അറിയില്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഭാഷകൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. ഏത് ഭാഷയിൽ നിന്ന് ഏത് ഭാഷയാണ് നമ്മുടെ ഭാഷ പറയുക, അത് പുറത്ത് കേൾക്കേണ്ടത് വേറെ ഭാഷയിലാക്കുക, അവരുടെ ഭാഷ ഇൻപുട്ട് കൊടുക്കുക, പുറത്തെ ഭാഷയിലേക്ക് മാറുന്നത്. അത് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഓഫ്ലൈൻ മാപ്പ്, ഓൺലൈൻ മാപ്പ്, ഗൂഗിൾ മാപ്പ് നമ്മുടെ എല്ലാവരുടെ കയ്യിലുണ്ടാവും. പലപ്പോഴും നമുക്ക് ഓൺലൈൻ വർക്ക് ചെയ്യാത്ത സ്ഥലമാണ്, ഇൻ്റർനാഷണൽ സ്ഥലത്ത് പോകുന്നത്, റിമോട്ട് ഏരിയയിലേക്ക് പോകുമ്പോൾ ഓഫ്ലൈൻ മാപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. അത് maps.me എന്നുള്ള സൈറ്റ് ഉണ്ട്. അത് ഓരോ സ്ഥലത്തെ മാപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെറ്റ്വർക്ക് ഇല്ലെങ്കിലും നമുക്ക് മാപ്പ് കൃത്യമായിട്ട് കിട്ടും. അതുപോലെ തന്നെ ട്രാവൽ പ്ലാൻ, റോം ടു റിയോ എന്നുള്ള കിടിലൻ ആപ്ലിക്കേഷൻസ് ഉണ്ട്. നിങ്ങളുടെ സോഴ്സും ഡെസ്റ്റിനേഷനും കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് അവിടത്തേക്ക് എത്താനുള്ള മാർഗ്ഗങ്ങൾ, ട്രെയിൻ മാർഗ്ഗം, ഫ്ലൈറ്റ് മാർഗ്ഗം, എങ്ങനെ എന്താ ഓപ്ഷൻസൊക്കെ കൃത്യമായിട്ട് പറഞ്ഞുതരും. അതുപോലെ തന്നെ എക്സ്പെൻസ്, നമ്മൾ ഗ്രൂപ്പായിട്ടൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ എക്സ്പെൻസൊക്കെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി ഞാനൊരു 10 രൂപ എടുത്ത്, മറ്റോ 10 രൂപ എടുത്ത്, 100 രൂപ എടുത്ത്, ആർക്കാണ് എത്ര അങ്ങോട്ടും ഇങ്ങോട്ട് കൊടുക്കാനൊക്കെ ഏറ്റവും ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനാണ് സ്പ്ലിറ്റ് ഫേസ്. ഫോൺ പേയിലും ആ സൗകര്യം, അതുപോലെ തന്നെ ഗൂഗിൾ പേയിലൊക്കെ ആ സൗകര്യം ഉണ്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ യാത്രകൾക്ക് ഈ സിമ്മൊക്കെ നമുക്ക് ആവശ്യമാണ് ഒരു രാജ്യത്ത് പോകുമ്പോൾ. അതിന് ഏറ്റവും ഉപകരിക്കുന്ന ഒരു ആപ്പാണ് എറാലോ. അതുപോലെ തന്നെ ഫോർ കറൻസി കൺവേർഷൻ, നമ്മളൊരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമുക്കിടെ ഇന്ത്യൻ റുപ്പി ആയിരിക്കും, ശ്രീലങ്കയിൽ വേറെ മണിയായിരിക്കും, കസാഖിസ്ഥാനിൽ വേറെ മണിയായിരിക്കും, യൂറോപ്പിലേക്ക് പോകണമെങ്കിൽ യൂറോ ആയിരിക്കും, അതുപോലെ തന്നെ ഡോളറായിരിക്കും, അമേരിക്കയിൽ പോകണമെങ്കിൽ. അപ്പോൾ കൺവേർഷൻ റേറ്റും മറ്റൊക്കെ അറിയാൻ വേണ്ടിയും കൺവേർഷൻ ചെയ്യാൻ വേണ്ടിയും നിയോ ഗ്ലോബലി, അതുപോലെ തന്നെ കറൻസി കൺവേർട്ടർ കാൽക്കുലേറ്റർ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാൽ നമുക്ക് കറക്റ്റായിട്ടുള്ള ഐഡി കിട്ടും. അതുപോലെ തന്നെ ഫോർ ഫ്ലൈറ്റ് ബുക്കിംഗ്, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സ്കൈ സ്കാനറാണ് സാധാരണ ഞാൻ ഉപയോഗിക്കുന്ന ഫ്ലൈറ്റ് ബുക്കിംഗ്. നമുക്ക് കൃത്യമായിട്ട് ഒരു മാസത്തെ ഫെയർ, അതുപോലെ തന്നെ ഏതെല്ലാം ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ് നമുക്ക്, ഏതെല്ലാം പ്രൊമോ കോഡ് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ചെറിയ പൈസക്ക് ബുക്ക് ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെയുള്ള എല്ലാ ഓപ്ഷൻസും സ്കൈ സ്കാനർ കാണിച്ചു തരും. അതൊരു കിടിലൻ ആപ്ലിക്കേഷനാണ്. അതുപോലെ തന്നെ വീഗോ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇനി ഫോർ അക്കോമഡേഷൻസ്, ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം. നമ്മൾ ഏത് യാത്ര പോകുന്നുണ്ടെങ്കിലും ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും ബുക്ക് ചെയ്യാറുണ്ട്. ഇപ്പോൾ Booking.com അടിപൊളി സർവീസാണ്. ഒത്തിരി സ്ഥലത്തും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ Airbnb എന്നുള്ള സ്ഥലത്ത് നമ്മളൊരു അപ്പാർട്ട്മെൻറ്റ്, ഒരു വീടൊക്കെ താമസിക്കാൻ വേണ്ടി അങ്ങനെ ഒരു സ്ഥലമൊക്കെ എടുത്ത് പോകുന്നുണ്ടെങ്കിൽ Airbnb പോലുള്ള സംഭവങ്ങൾ അടിപൊളിയാണ്. അതുപോലെ തന്നെ hostelworld.com, ബാക്ക് പാക്കേഴ്സിൻ്റെ ഒരുപാട് സൈറ്റുകൾ വേറെ, ഹോസ്റ്റലർ, സോസ്റ്റൽ, കൗച്ച് സർഫിങ്, നമ്മളൊരു സ്ഥലത്തേക്ക് പോയി അവർ നമ്മളെ സ്റ്റേ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി, ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി അവർ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ പറയുന്ന കൗച്ച് സർഫിങ്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ചെയ്യാൻ പറ്റുന്നൊരു കൗച്ച് സർഫിങ് എന്നുള്ള ആപ്ലിക്കേഷൻസ് അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഫോർ ടാക്സി, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊരു സ്ഥലത്തേക്ക് പോയി അവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി, ഇപ്പം കേരളത്തിൽ നിന്ന് നമുക്ക് പല സ്ഥലങ്ങളിലും ഊബർ, ഊല എന്നില്ല, പക്ഷേ കൊച്ചിയിൽ പോകുന്നുണ്ടെങ്കിൽ ഊബർ മറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നോർത്ത് ഇന്ത്യയിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഊബർ, ഊല അങ്ങനത്തെ എല്ലാ സംവിധാനങ്ങളുണ്ട്. പക്ഷേ നമ്മൾ വേറെ രാജ്യത്തേക്ക് പോകുമ്പോൾ ചിലപ്പം അവിടെ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാവില്ല. ഈവൻ സെൻട്രൽ ഏഷ്യയിൽ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഊബർ ഉണ്ടാവില്ല. അവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് യാൻഡെക്സ് പോലുള്ള കസാഖിസ്ഥാൻ, കിർഗിസ്ഥാൻ ആ സ്ഥലങ്ങളിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ. ഇനി നമ്മൾ ശ്രീലങ്ക പോകുന്നുണ്ടെങ്കിൽ വേറെ ആപ്ലിക്കേഷൻസാണ്. ഖത്തറിൽ പോകണമെങ്കിലും അതുപോലെ തന്നെ അങ്ങനെ ഓരോ സ്ഥലത്ത് പോകുന്നുണ്ടെങ്കിലും അവരവിടെ സ്ഥലത്തുള്ള ആപ്ലിക്കേഷൻസ് അത് നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആരെയും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ സിമ്മിലേക്ക് OTP വരും, നമ്മുടെ അടുത്തേക്ക് വണ്ടി വരും, നമ്മൾ പിക്ക് ചെയ്ത് അങ്ങോട്ട് പോകും. അപ്പോൾ ഈ ആപ്ലിക്കേഷനെ കുറിച്ചൊക്കെ നമുക്ക് കൃത്യമായിട്ട് പറയേണ്ടതുണ്ട്. നമുക്ക് ഓരോ എപ്പിസോഡിൽ അതിന് കൃത്യമായിട്ട് പറയാം. അപ്പോൾ ഗുഡ് ബൈ, അസ്സലാമു അലൈക്കും.